ഈ പത്മകുമാറിനെ പുറത്താക്കിയില്ല എന്നത് മാത്രമാണ് CPM-ന്റെ പുറത്തുള്ള ആരോപണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു ആസൂത്രണത്തിൽ പാളിച്ചു പറ്റി. ഒന്ന്, ഈ കനകോലുവിൻ്റേതാണ് ഈ പ്ലാനെങ്കിൽ അത് അമ്പേ പരാജയപ്പെട്ടു. ഇതാദ്യം CBI ഈ കേസ് ഏറ്റെടുക്കണമെന്ന് നിയമസഭയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. SIT-യെ തള്ളിപ്പറഞ്ഞ് ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം തിരിച്ചടിക്കുമെന്ന് ഒരു ധാരണയുണ്ടായിരുന്നില്ല. പ്ലാൻ എ പൊട്ടിയത് ആ ഘട്ടത്തിലാണ്. പക്ഷേ CBI അല്ല ഈ കേസ് ഏറ്റെടുക്കാൻ പോയത്. അതിനേക്കാൾ മാരകമായി ED വന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, പാട്ടിനെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ വിധിയോടുകൂടി അത് അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ പാട്ടിനെ ഏറ്റെടുത്ത് ആഘോഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ പ്രചരണായുധമാക്കി മാറ്റാൻ തീരുമാനിച്ചെടുത്ത് രണ്ടാമത്തെ മിസ്റ്റേക്ക് പറ്റി. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് പലതവണ സന്ദർശനം നടത്തിയ അടൂർ പ്രകാശ് ഒരു ഉളുപ്പുമില്ലാതെ ആ പാർലമെൻറ്റിൻ്റെ പുറത്തിറങ്ങി നിന്ന് ഈ പാട്ട് പാടി എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഇതുവരെയും കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. അതിൽ ആൻ്റണി ഉൾപ്പെട്ടിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് തള്ളിപ്പറയാൻ, അതായത് ഇതിൽ രാഷ്ട്രീയമില്ലെന്നും തന്ത്രിയെ അടക്കം ED-യെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇത് കടകംപള്ളി സുരേന്ദ്രനെ പെടുത്തി ഇത് CPM-നെ പെടുത്താൻ വേണ്ടി വന്നതാണ്. അല്ല, ഇത് ഈ ED-യുടെ വരവ് കടകംപള്ളി സുരേന്ദ്രനോ പിണറായി വിജയനോ ലക്ഷ്യമിട്ട് മാത്രമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇത് ലാസ്റ്റ് പാർട്ട്.